അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ വലിയുല്ലാഹി മുഹമ്മദ് ഷരീഫ് മണ്ണാറക്കാട്. പ്രിയമുള്ളവരും, യഥാർത്ഥ വിജ്ഞാനം നാം എങ്ങനെ കരസ്ഥമാക്കണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായും അള്ളാഹു അവൻ്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആനിലൂടെ പ്രവാചകനായ മുഹമ്മദ് നബിക്ക് വഹി ആദ്യമായി എത്തിച്ചുകൊണ്ട് ആ നിരക്ഷരനായ പ്രവാചകനെ കൊണ്ട് പറയിപ്പിച്ച ആ വാക്കുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക. ഒരു മാംസപിണ്ഡത്തിൽ നിന്നും മനുഷ്യരെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എഴുതാൻ പഠിപ്പിച്ചുകൊണ്ട്, പേന കൊണ്ട് എഴുതിക്കൊണ്ട് വിജ്ഞാനമെന്ന ലോകത്തേക്ക് അവനറിയാത്ത വിജ്ഞാനങ്ങൾ നാം നൽകിക്കൊണ്ട് എന്ന പ്രഖ്യാപനത്തോടുകൂടെ അള്ളാഹു ആ നിരക്ഷരനായ, ആ യതീമായ, ആ ദരിദ്രനായ പ്രവാചകനെ കൊണ്ട് അന്ന് അറേബ്യൻ സാഹിത്യകാരന്മാരുടെ ഉന്നതന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് ആ അറേബ്യൻ സാഹിത്യമായ ഖുർആനിലൂടെ ആ ജനത്തെ സത്യത്തിലേക്ക് നയിക്കുകയുണ്ടായി. അവിടെ നാം വിജ്ഞാനത്തിനു നൽകിയ പ്രാധാന്യവും അതിലൂടെ തന്നെ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ തുടക്കമായ ആ ഭ്രൂണത്തെ അണ്ഡവും ബീജവും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് ആ രാസഘടനയിലൂടെ ആ രാസലായനിയെ പിന്നീട് ഒരു മാംസപിണ്ഡമാക്കുകയും അതിൻ്റെ വളർച്ചയിലൂടെ പിന്നീട് അതൊരു കുഞ്ഞായി രൂപപ്പെടുന്ന അതിസാഹസികമായ, അതിശാസ്ത്രീയമായ, അതിസാങ്കേതികമായ ആ ഒരു സൃഷ്ടിപ്പിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതുപോലെ തന്നെ അറിവിൻ്റെ വിജ്ഞാന ലോകത്തെക്കൊണ്ട് പേന കൊണ്ട് അറിയാത്തവനെ എഴുതിപ്പിച്ചുകൊണ്ട് അറിവിൻ്റെ ഉജ്ജ്വലമായ ആ ലോകത്തേക്ക് നയിക്കാൻ ആ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആ പ്രവാചകന് നിർദ്ദേശം നൽകിയതിൻ്റെ മൂലമാണ് ഇന്ന് കാണുന്ന ശാസ്ത്രലോകത്തിൻ്റെ വിജ്ഞാനങ്ങളിലേക്ക് മനുഷ്യൻ്റെ അവസാനത്തെ ആ ഗ്രന്ഥം കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നാം യഥാർത്ഥ വിജ്ഞാനം നേടേണ്ടത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്നു വന്ന് ലോകത്തെ കീഴടക്കുകയും ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും സത്യത്തിലേക്കും നീതിയിലേക്കും ധർമ്മത്തിലേക്കും നയിച്ച വിജ്ഞാന ലോകത്തെ ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തന്നെ ഉന്നത ഉയരങ്ങളിലേക്കെത്തി രാഷ്ട്രത്തെ നയിക്കുകയും ആ രാഷ്ട്രത്തിന് വേണ്ടി കഷ്ടപ്പെടുകയും ആ രാഷ്ട്രത്തിൻ്റെ ശില്പികളായി മാറിയ നെൽസൺ മണ്ടേല, മഹാത്മാഗാന്ധി, അതുപോലെ തന്നെ ശാസ്ത്രലോകത്ത് ഉയർച്ചയിലേക്കെത്തിയ സർ ഐസക് ന്യൂട്ടൻ, ഐൻസ്റ്റീൻ, ഗലീലിയോ, മിക്കൽ ഫാരഡേ, അതുപോലെ തന്നെ ഇന്ത്യയുടെ മഹാപ്രതിഭ അബ്ദുൽ കലാം, അത്തരം ആളുകളുടെ അല്ലെങ്കിൽ അവരെക്കാൾ നാം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉന്നതരായ
അത്തരം മഹാന്മാരായ വ്യക്തിത്വങ്ങളുടെ ജീവിതങ്ങളും അവരുടെ യഥാർത്ഥ കഷ്ടപ്പാടുകളും അവർ ഉയർന്നു വരാനുള്ള സാഹചര്യവും അതിലൂടെ നാം മനസ്സിലാക്കുകയും ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എങ്ങനെ നാം ഇതുപോലെ എത്താമെന്ന അവരുടെ വൈജ്ഞാനിക ലോകത്തുള്ള ആ നോളേജ് അത് നാം കരസ്ഥമാക്കുക. അത് ശാസ്ത്രമായാലും സാങ്കേതിക വിദ്യയായാലും അവരുടെ കഠിനാധ്വാനമായാലും വിജ്ഞാനമായാലും അവരുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിലൂടെ പകർത്തുകയും ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്കും അത്തരം ഉന്നതമായ പദവികളിലെത്താം എന്ന ഒരു ഉദ്ദേശലക്ഷ്യം നമുക്കുണ്ടാകുകയാണെങ്കിൽ നാം ഒരു മല ആഗ്രഹിച്ചാൽ ഒരു കുന്ന് ഒരുപക്ഷെ നമുക്ക് നേടിയെടുക്കാമെന്ന ആ ഒരു വിദ്യാർത്ഥികളോടുള്ള എൻ്റെ ഒരു അപേക്ഷ എന്ന നിലക്ക് നിങ്ങൾ പഠിക്കുക. സത്യസന്ധമായ വിജ്ഞാനത്തെ നാം മനസ്സിലാക്കുക. അതൊരു പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ ശത്രുവാണെങ്കിലും അത്തരം നഗ്നമായ സത്യങ്ങളെ നാം തേടിപ്പോകുക. അങ്ങനെ തേടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ പൊസിഷനിൽ അള്ളാഹു എന്നെ നിർത്തിയിട്ടുള്ളത്. എൻ്റെ വിജ്ഞാന ലോകം ചിന്തകളാണ്. ആ ചിന്തയിലൂടെ ഞാൻ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അതോടൊപ്പം തന്നെ ശാസ്ത്രലോകത്തെ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ട് അള്ളാഹു എന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എൻ്റെ ഡിസ്കവറി ഓഫ് ഇസ്ലാം ആൻഡ് സയൻസ് ആൻഡ് ടെക്നോളജി. നിങ്ങൾക്കും അത്തരം ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന ആത്മവിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു. വ ആഖിറു ദഅ്വാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.